നമ്മുടെ ഇന്നത്തെ യാത്ര തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്കാണ്. ഇത് തെങ്കാശി തിരുനെൽവേലി 4 വരി പാതയാണ്. വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 100-120 മൈൽ സ്പീഡിലൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 1976 ഡോക്ടർ ഗോവിന്ദപ്പ വെങ്കടസ്വാമി അദ്ദേഹമാണ് മധുരയിൽ അരവിന്ദ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. 11 കിടക്കകൾ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. ഇന്ന് ഏകദേശം 14-15 ഹോസ്പിറ്റൽ തമിഴ്നാട്ടിൽ മാത്രമുണ്ട്. ഇവിടെ തിമിര ശസ്ത്രക്രിയയ്ക്കാണ് ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. ഏകദേശം 40 ലക്ഷത്തോളം ശസ്ത്രക്രിയകളാണ് ഈ അരവിന്ദ് ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുള്ളത്, എല്ലാ ഹോസ്പിറ്റലോട് ചേർന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും സൗജന്യ ശസ്ത്രക്രിയകളായിരിക്കും. അപൂർവം ചിലത് മാത്രമേ ഫുൾ പേയ്മെൻറ്റ് മേടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തന്നെ പകുതി പേയ്മെൻറ്റൊക്കെ മേടിച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലെയും രോഗികൾ വരുന്ന ഹോസ്പിറ്റലുകളാണ് അരവിന്ദ് ഹോസ്പിറ്റൽ. അരവിന്ദ് ഹോസ്പിറ്റൽ കോയമ്പത്തൂർ, തിരുപ്പൂർ, തിരുനെൽവേലി, മധുര, അങ്ങനെ 15 പോണ്ടിച്ചേരിയൊക്കെ ഉണ്ട്, 15-16 സ്ഥലത്തുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ളത്, ഏറ്റവും പുതിയ ഹോസ്പിറ്റലുള്ളതും ചെന്നൈയിലാണ്. അതാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. നമ്മളിപ്പോൾ പോകുന്നത് തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്കാണ്. ആ കാണുന്നതാണ് അരവിന്ദ് ഹോസ്പിറ്റൽ. ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണ് സൗജന്യ ചികിത്സ ഇവിടെ ലഭ്യമാകുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇതൊരു വലിയ കാമ്പസാണ്. ഇത് 8-10 നിലകളുള്ള ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ള വലിയൊരു ക്യാമ്പസാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. അതുപോലെ അതിൻ്റെ വാതുക്കൽ തന്നെ ഈ അവിടെ കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളതെന്നൊക്കെ ഉള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഉപകാരമായിരിക്കും. നമുക്കത് നോക്കിയിട്ട് ആരെ കാണണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഈ സൗജന്യ ചികിത്സ വരുന്നത് 54 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇവിടെ സൗജന്യ ചികിത്സ കിട്ടും. നമുക്ക് പൈസ കൊടുത്തും ചികിത്സ കിട്ടും. സൗജന്യം വേണ്ടവർക്ക് സൗജന്യം കിട്ടും. കുറച്ച് ക്യൂ കൂടുതലായിരിക്കും. സൗജന്യ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പോകേണ്ടി വരും. നല്ല തിരക്കുള്ളൊരു കൗണ്ടറാണ് സൗജന്യ ചികിത്സയ്ക്കുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് പേര് അതിന് വരുന്നുണ്ട്. അതിനകത്ത് പൈസ ഉള്ളവരും ഒന്നും ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, ധാരാളം പേര് വരുന്നുണ്ട്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ നടത്തുന്നത് സൗജന്യമായിട്ടാണ്. പൈസ പെയ്ഡായിട്ടുള്ള ഓപ്പറേഷൻ വളരെ കുറച്ച് നടത്തുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ നടത്തുന്നത് തീർത്തും സൗജന്യമായ ഓപ്പറേഷനാണ്. അതിൻ്റെ ലെൻസിന് മാത്രം അതും വളരെ ചെറിയ നിരക്കുള്ളൊരു പൈസ മാത്രമേ അതിന് ഈടാക്കുന്നുള്ളൂ. പിന്നെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇതിന് നല്ല വൃത്തിയുള്ള ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അതുകൊണ്ട് നല്ല ഫുഡാണ്, വളരെ വില കുറച്ചാണ് അവിടെ ആ ഫുഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസപ്ഷനിലേക്ക് കയറി ചെന്നാൽ അതിന് തൊട്ട് നമുക്ക് ഇതുപോലൊരു ഫോം കിട്ടും. അത് നിങ്ങൾ സൗജന്യ ചികിത്സയ്ക്കായാലും പൈസ കൊടുത്തിട്ടുള്ള ചികിത്സയ്ക്കായാലും ഈ ഫോം നിങ്ങൾ മേടിച്ച് ഫില്ല് ചെയ്യണം. ആധാർ കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിരിക്കണം. പെയ്ഡ് ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇത് റിസപ്ഷനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ ഇരുന്നാൽ നമ്മളെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഫ്രീ ട്രീറ്റ്മെൻറ്റിനാണ് ചെല്ലുന്നതെങ്കിൽ അതിന് പ്രത്യേക സ്ഥലമാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ്. അത് ഈ ഭാഗമാണ്. ഈ റിസപ്ഷനോട് ചേർന്ന് തന്നെയുള്ള ഭാഗമാണ് ഇവിടെ നല്ല തിരക്കായിരിക്കും. അവിടെ നമ്മൾ രാവിലെ പോകേണ്ടി വരും. അങ്ങനെ പോകുന്നവർ കുറച്ച് നേരത്തെ പോകണം. കഴിയുമെങ്കിൽ രാവിലെ 6 മണിക്ക് മുൻപ് തന്നെ എത്തുക. പിന്നെ ഞായറാഴ്ച അവധിയാണെന്നുള്ള കാര്യം മറക്കണ്ട. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ മടങ്ങാം. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യം. നമുക്ക് അധികം വെയിറ്റിംഗ് ഇല്ല. നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നെങ്കിലും വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് കിടക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയുള്ള എല്ലാ സൗകര്യവും മുകളിലുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ഒരു തിമിര ശസ്ത്രക്രിയയ്ക്ക് പോകുന്നത് നിങ്ങൾ അരവിന്ദ് ഹോസ്പിറ്റൽ തന്നെ ചൂസ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.